നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞെട്ടറ്റു വീണ പുഷ്പമേ. ഈ കവിതയുടെ പേര് വായിക്കുമ്പോഴും ഈ കവിതയുടെ ചിന്തകൾ പറയുമ്പോഴും കുമാരനാശാൻ്റെ വീണപൂവ് മറക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലോകവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും ഒന്നും എനിക്കില്ല. എൻ്റെ കാഴ്ചയിൽ, എൻ്റെ ചിന്തയിൽ വിരിഞ്ഞ ഒരു കവിതയാണ് ഞെട്ടറ്റു വീണ പുഷ്പമേ. എൻ്റെ വീട്ടിൽ കുറേയധികം റോസ വളർത്തുന്നുണ്ട്. എല്ലാം മകൻ്റെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക, വളമിട്ട് കൊടുക്കുക, അതിലെ കള പറിച്ച് കളയുക, ഇതൊക്കെയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി. എന്നും സുഗമമായി അത് ചെയ്യാനും കഴിയില്ല. അപ്പോൾ കഴിയുമ്പോഴൊക്കെ ഞാൻ ചെയ്യും. അപ്പോഴൊക്കെ പറയും, അച്ഛൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, അച്ഛൻ പൂക്കളെ ശ്രദ്ധിക്കുന്നില്ല, ചെടിയെ ശ്രദ്ധിക്കുന്നില്ല, പൂവ് പറിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നിറയെ പൂക്കൾ വിടർന്ന് പരിലസിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം എത്ര ഊഷ്മളമാണ്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ അനുവദിക്കില്ല. പൂക്കൾ അതിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു വീഴണം. അതാണ് അവൻ്റെ ഇഷ്ടവും അവൻ്റെ ചിന്തകളും. അപ്പോൾ എന്നും അതിനു വേണ്ടി ഒരു 1-2 മണിക്കൂർ അവൻ ചിലവഴിക്കാറുണ്ട്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ചെടികളെ നോക്കാനും സംരക്ഷിക്കാനും. അത് അവനൊരു വലിയ കാര്യമാണ്. എല്ലാ സസ്യജാലങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നതാണ് അവൻ്റെ ആഗ്രഹം. അതിൽ നിന്നും വേപ്പായാലും മറ്റു മരങ്ങളായാലും അതിൽ നിന്നും ഒരു കൊണ്ട പോലും വെട്ടിക്കളയാൻ സമ്മതിക്കില്ല. അങ്ങനെ ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പോൾ വിടർന്ന് നിന്നപ്പോഴും അതിൻ്റെ സൗകുമാര്യം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുമ്പോൾ നമുക്ക് ചുരുങ്ങിയ ആ പ്രഭയെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും, ആ സുഗന്ധത്തെപ്പറ്റി നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. നമ്മൾ എന്തൊക്കെയോ ആണെന്ന് ധരിക്കുന്നു, എന്തൊക്കെയാണെന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നു. ഒന്നിനും സമയമില്ലാതെ ഒരു അശ്വത്തെ പോലെ ഓടുകയാണ്, എല്ലാം വെട്ടിപ്പിടിക്കാനും നേടാനും. ഓരോ കവിതകൾ പറയുമ്പോഴും, ഓരോ കവിതയുടെ അനുഭവങ്ങൾ പറയുമ്പോഴും, ആ കവിതകൾ ജനിക്കാനുണ്ടായ സാഹചര്യങ്ങൾ പറയുമ്പോഴും വേദവും വേദാന്തവും പറയുകയില്ല. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ ഓരോ തലത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ കവിത രചിച്ചു കഴിഞ്ഞ് ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുഷ്പിച്ച് നിൽക്കുന്ന റോസാപുഷ്പങ്ങൾ എത്ര ചേതോഹരമാണ്. കണ്ണിനും മനസ്സിനും എത്ര കുളിർമയാണ് പകരുന്നത്. അത് തൊഴിഞ്ഞു വീഴുമ്പോൾ, അതിൻ്റെ ഇതളുകൾ മണ്ണിലേക്ക് വീഴുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദന, അതുപോലെയാണ് മനുഷ്യ ജീവിതവും എന്ന് ഞാൻ വിവക്ഷിക്കുന്നു. അതിലെ ചില വരികൾ ഞാനിവിടെ ആലപിക്കാം. സുഗന്ധം പരത്തി തെളിഞ്ഞു നിന്ന റോസാപുഷ്പമേ, സുഗന്ധം പരത്തി തെളിഞ്ഞു നിന്ന റോസാപുഷ്പമേ, ഞെട്ടറ്റു വീണു കിടക്കുന്നീ ഭൂവിൽ, ഞെട്ടറ്റു വീണു കിടക്കുന്നീ ഭൂവിൽ, മണൽത്തരികൾ മൂടി വികൃതമാക്കിയ രൂപത്തിൽ, മണൽത്തരികൾ മൂടി വികൃതമാക്കിയ രൂപത്തിൽ, ഇന്നലകളിൽ കണ്ണിനു കുളിർമ
യായേകി നിന്ന സുന്ദര പുഷ്പമേ, ഇന്നലകളിൽ കണ്ണിന് കുളിർമയേകി നിന്ന സുന്ദര പുഷ്പമേ, ഇന്നിൻ്റെ മാറിൽ ശ്രദ്ധിക്കപ്പെടാൻ ആരുമില്ലാതെ കിടക്കുന്നു. ഇന്നിൻ്റെ മാറിൽ ശ്രദ്ധിക്കപ്പെടാൻ ആരുമില്ലാതെ കിടക്കുന്നു. സുന്ദര പുഷ്പമേ, സുന്ദര പുഷ്പമേ, സുന്ദര പുഷ്പമേ, സുന്ദര പുഷ്പമേ. തുടർന്നുള്ള വരികളും അതോടൊപ്പമുള്ള വിഷ്വൽസും നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.